ക്രൈം വാർത്തയിലേക്കാണ്. എറണാകുളം ആലുവയിൽ ലോഡ്ജിൽ യുവതിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. നേര്യമംഗലം സ്വദേശി ബിനുവിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശേഷം യുവാവ് സുഹൃത്തുക്കളെ വീഡിയോ കോളിലൂടെ അഖിലയുടെ മൃതദേഹം കാണിച്ചുവെന്നും പോലീസ് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അഖിലയുടെ മാതാവും സഹോദരനും സംഭവം അറിഞ്ഞതെന്ന് ബന്ധു പ്രതികരിച്ചു. ബന്ധുവിന്റെ പ്രതികരണത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു നിരപരാധി സ്ത്രീയാണ്. ഇവള് വേല ചെയ്തായിരുന്നു കഴിയുന്നത്. ഈ മോള് കൊണ്ടുവന്നുമാണ് ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. 3 കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ. അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കടയിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, സ്ത്രീകളെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിലാണ് വിഷയം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു കൊലപാതകം? കൊലപാതക ശേഷവും പ്രതിക്ക് ഒരു കുറ്റബോധം ഉണ്ടായില്ല എന്ന് വ്യക്തമാണ്. ആ മൃതദേഹം വീഡിയോ കോളിലൂടെ സുഹൃത്തുക്കളെ കാണിച്ചും കൊടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ. ഇന്നലെ അർദ്ധരാത്രിയാണ് ആലുവയിലെ തോട്ടുങ്കൽ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നഗരമധ്യത്തിലുള്ള ഒരു ടൂറിസ്റ്റ് ലോഡ്ജിൽ വെച്ച് ഇത്തരത്തിൽ കൊലപാതകം നടക്കുന്നത്. 206 നമ്പർ മുറിയായിരുന്നു ഇരുവരും എടുത്തത്. ഇതിനു മുൻപും ഇവർ ഇവിടെ റൂം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്കെല്ലാം തന്നെ ഒരു സംശയവും തോന്നിയിരുന്നില്ല. ഇന്നലെ വൈകിട്ട് അവർ മുറി എടുത്തു. ഇന്നലെ രാത്രി ഇവർ ബിനുവും അതോടൊപ്പം തന്നെ അഖിലയും തമ്മിൽ തർക്കമുണ്ടായി. തന്നെ വിവാഹം ചെയ്യണമെന്ന് അഖില ബിനുവിനെ നിർബന്ധിച്ചിരുന്നു. ബിനുവിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന് അഖില നിർബന്ധിച്ചതുണ്ടായ വഴക്കിനെ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഷാൾ കഴുത്തിൽ മുറുക്കിയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷം സുഹൃത്തുക്കളെ വാട്സപ്പ് കോളിൽ വിളിച്ച് വീഡിയോ കോളിൽ വിളിച്ച് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിനു സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. അതായത് ലോഡ്ജ് ജീവനക്കാർക്ക് മുമ്പ് തന്നെ പോലീസ് ഈ വിവരം അറിഞ്ഞു. അതിനുശേഷം പോലീസ് അവിടെ എത്തിയാണ് ബിനുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ബിനു 39 വയസ്സാണ്, നേര്യമംഗലം സ്വദേശിയാണ്. അഖില കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. വർഷങ്ങളായി ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഏതാണ്ട് 3 വർഷത്തോളമായി അഖില എറണാകുളത്ത് കഴിയുന്നു എന്നാണ് ഇവരുടെ ബന്ധുക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. ബിനു ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ കൊലപാതക കുറ്റം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തി അവിടുത്തെ പരിശോധന അടക്കം പൂർത്തിയാക്കി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു അരുംകൊലയുടെ വിവരമാണ് ഇന്ന് രാവിലെ തന്നെ ആലുവയിൽ നിന്ന് പുറത്തു വന്നത്. അത് വർഷങ്ങളായി ബന്ധമുള്ള ഒരു സുഹൃത്തിനെയാണ് ബിനു എന്ന 39-കാരൻ കൊലപ്പെടുത്തിയത്. മാത്രമല്ല കൊലപാതകത്തിന് ശേഷം സുഹൃത്തുക്കളെ വിളിച്ച് വാട്സപ്പ് കോളിലൂടെ ഈ കൊലപാതക വിവരം സുഹൃത്തുക്കളെ അറിയിച്ചു എന്ന ഒരു വിവരമാണ് പോലീസ് അടക്കം പങ്കുവയ്ക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ്. പ്രതി ഇപ്പോൾ ആലുവ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നിതിൻ, ഈ പറയുന്ന ബിനുവിന് നേരത്തെ എന്തെങ്കിലും സമാനമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കേസുകൾ വല്ലതും ഉണ്ടായിരുന്നു? ഇതാണോ ആദ്യത്തെ കേസ്? ഒപ്പം ഈ പെട്ടെന്നുള്ളൊരു പ്രകോപനമായിരുന്നു ഈ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുഹൈൽ, പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ബിനു അമിതമായ മദ്യലഹരിയിലായിരുന്നു ഉണ്ടായിരുന്ന വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ കൃത്യം നടത്താനായുള്ള ഒരു ഗൂഢാലോചനയോടെയാണോ ഇയാൾ വന്നതെന്ന കാര്യമെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാക്കിയുള്ളൂ. ഇതൊരു പ്രാഥമിക വിവരം എന്ന നിലയിൽ മാത്രമാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇരുവരും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിവാഹം കഴിക്കണമെന്ന് അഖില നിർബന്ധിച്ചത്. അതിനുശേഷമാണ് ഈ ഒരു കൊലപാതകം എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവയ്ക്കുന്നത്. ഇതിന് മുൻപ് ഇത്തരം ഒരു ഹിസ്റ്ററിയുള്ള ആളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ ആ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇരുവർക്കുമിടയിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം എന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് കൊലപാതക വിവരം പങ്കുവച്ചെന്ന വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യൽ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കൊന്നതാണോ അതോ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഇല്ലാതാക്കിയതാണോ? വ്യക്തമാകാനുണ്ട് കാര്യങ്ങളേറെ. ദീർഘകാലത്തെ സൗഹൃദമായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ജീവനെടുത്തു. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.